ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആണ്. അതോടൊപ്പം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി മലയാള മനോരമ പത്രം കൂടി അനലൈസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ള ന്യൂസ് സമാധാന നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതായത് 2020 സമാധാന നോബൽ സമ്മാനം ലഭിച്ചത് UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. 2020 നോബൽ പ്രൈസ് ഫോർ പീസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2020 ലഭിച്ചത് UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ്. WFP ക്കാണ് ലഭിച്ചത്. WFP ക്കാണ് 2020 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി UN വേൾഡ് ഫുഡ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പം അതും എക്സാമിന് ചോദിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് റോം, ഇറ്റലി. ഇറ്റലിയിലെ റോമിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്ഥാപിതമായത് 1961 UN വേൾഡ് ഫുഡ് പ്രോഗ്രാം സ്ഥാപിതമായത് 1961. ഇനി 2019 സമാധാന നോബൽ ലഭിച്ചത് ആർക്കാണ് എന്നുകൂടി നമ്മൾ പഠിക്കണം. അബി അഹമ്മദ് അലിക്കാണ്. അബി അഹമ്മദ് അലിക്കാണ് 2019 നോബൽ സമ്മാനം ലഭിച്ചത്. എത്തോപ്യൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. 2019 ലഭിച്ചു. അബി അഹമ്മദ് അലിക്കാണ്. എത്തോപ്യൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആദ്യ നോബലും അതുപോലെ തന്നെ 2019 20 ഉള്ള നോബൽ സമ്മാനവും പിന്നെ നോബലുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ന്യൂസ് എടുത്തിട്ടുള്ളത് RBIയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. അതായത് RBIയുടെ 2 മാസം കൂടുമ്പോഴുള്ള മോണിറ്ററി പോളിസി മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണത്. അതായത് മോണിറ്ററി പോളിസി മീറ്റിങ്ങിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ് ആണത്. റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ ഈ വർഷത്തെ GDP 9.55 കുറയും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്കിവിടെ RBIയുടെ ഗവർണർ ആരാണെന്നുള്ളത് വേണം. RBI ഗവർണർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ശക്തികാന്ത ദാസ് ആണ് RBI ഗവർണർ. RBI ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരെല്ലാമാണെന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്. അഷിമ ഗോയൽ, അതുപോലെ തന്നെ ജയന്ത് R വർമ്മ, ശശാങ്ക് ബൈദേ, ഈ 3 പേരുമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പേഴ്സ്. അപ്പം RBI ഗവർണർ ശക്തികാന്ത ദാസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ന്യൂസ് ഉള്ളത് ഇന്ത്യ USA 2+2 ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്ത്യ USA 2+2 ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യ USA 2+2 ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അതിനായിട്ട് US-ന്റെ ചുമതലപ്പെട്ട ആൾക്കാർ, US-ന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, US-ന്റെ ഒഫീഷ്യൽസ് ഇന്ത്യ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ US-ന്റെ ഒഫീഷ്യൽസിനെ പ്രധാനമായിട്ടും പഠിക്കാനുണ്ട്. US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് സ്റ്റീഫൻ ബെയ്ഗൻ. സ്റ്റീഫൻ ബെയ്ഗൻ ആണ് US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സ്റ്റീഫൻ ബെയ്ഗൻ. അതുപോലെ തന്നെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ. US-ന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ. മൈക്ക് പോംപിയോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷകളിലും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് മൈക്ക് പോംപിയോ. US ഡിഫൻസ് സെക്രട്ടറി ആണ് മാർക്ക് എസ്പർ. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി മാർക്ക് എസ്പർ ആണ്. US ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് സ്റ്റീഫൻ ബെയ്ഗൻ. അതുപോലെ തന്നെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ ആണ്. മൈക്ക് പോംപിയോ മറക്കരുത്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് US-ന്റെ. US ഡിഫൻസ് സെക്രട്ടറി മാർക്ക് എസ്പർ ആണ്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് S ജയശങ്കർ. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിന്റെ ഒരുപാട് നമ്മൾ എല്ലാ ന്യൂസുകളിലും ഒരുപക്ഷെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രാധാന്യമാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിനുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കർ ആണ്.
ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. മറ്റൊരു ന്യൂസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആന്റി റേഡിയേഷൻ മിസൈലിനെ കുറിച്ചാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനിയസ് ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്ര M1. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനിയസ് ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്ര M1 എന്ന് പറയുന്നത്. അതായത് ശത്രുസേനയുടെ റഡാറുകളും ഈ ജാമറുകളും അതുപോലെ തന്നെ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയൊക്കെ തകർക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഈ രുദ്ര M1. ഈ രുദ്ര M1 വികസിപ്പിച്ചത്, ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് DRDO ആണ്. രുദ്ര M1 ഡെവലപ്പ് ചെയ്തത് DRDO ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ് ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്ര M1. ഡെവലപ്പ് ചെയ്തു DRDO ആണ്. രുദ്ര M1 ഇമ്പോർട്ടന്റ് ആണ്. ഡെവലപ്പ് ചെയ്തത് DRDO ആണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഫുൾ ഫോമും ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. DRDOയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. ഇനി ഇവിടെ മറ്റൊരു ന്യൂസ് കൊടുത്തിട്ടുള്ളത് അർമേനിയയും അസർബൈജാനും ആയിട്ട് കുറെ ദിവസങ്ങളായിട്ട് തർക്കം നടക്കുകയാണ്. അവിടെ യുദ്ധത്തിന് സമാനമായ സംഭവങ്ങളൊക്കെ നടക്കുകയാണ്. അതായത് ഈ നാഗർനോ കരാബക് എന്ന ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് നാഗർനോ കരാബക് എന്ന ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് അർമേനിയ അസർബൈജാനുമായിട്ട് പരസ്പരം ആക്രമണം നടക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള ന്യൂസ് ആണ് ഇവിടെ. അതിന്റെ ഫസ്റ്റ് ഹൈ ലെവൽ ടാക്സ്, ഒരു സമാധാന ചർച്ച എന്ന തലത്തിലുള്ള ഒരു മീറ്റിംഗ് മോസ്കോയിൽ നടക്കുന്നുണ്ട്. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നടക്കുന്നു. അതിനെ പറ്റിയാണ് ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അർമേനിയയും അസർബൈജാനും ഈ ഒരു പ്രദേശം, ആ പ്രദേശം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം. രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം, ഏതെങ്കിലും ഒരു പ്രദേശത്തിന് വേണ്ടിയുള്ള സംഘർഷത്തിനെ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നാഗർനോ കരാബക് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് അർമേനിയയും അസർബൈജാനും തമ്മിൽ സംഘർഷം നടക്കുന്നത്. ഈ സംഘർഷത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനിൽ മാറുന്ന കഥ തൊട്ടൊക്കെ പറയണം. നമുക്കിവിടെ ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, സ്ഥലം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അസർബൈജാൻ പ്രസിഡന്റ് ആരാണെന്നും അറിയണം. ഇൽഹാം അലിയേവ് ആണ് അസർബൈജാന്റെ പ്രസിഡന്റ്. ഇൽഹാം അലിയേവ് ആണ് അസർബൈജാന്റെ പ്രസിഡന്റ്. അതുപോലെ തന്നെ അർമേനിയയുടെ പ്രധാനമന്ത്രിയാണ് നിക്കോൾ പഷിയാൻ ആണ് അർമേനിയയുടെ പ്രസിഡന്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ 125ാം വാർഷികമാണ് ഇന്ന്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത ശേഷം 125 വർഷം ഇന്ന് തികയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിള് നമ്മുടെ മലയാള മനോരമ പത്രത്തിലുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡാം ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. നമ്മുടെ PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനാഗുറേറ്റഡ്, ഉദ്ഘാടനം ചെയ്തത് 1895 ഒക്ടോബർ 10-നാണ്. 1895 ഒക്ടോബർ 10-നാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. 125 വർഷം തികയാണ് 2020 ഒക്ടോബർ 10-ന്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തത് 1886-ലാണ്. 1886 ലീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തു ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് മദ്രാസ് ലീസ് അഗ്രിമെന്റ് ഫോർ 999 വർഷത്തേക്കാണ് ഇത് ചെയ്തത്. ലീസ് അഗ്രിമെന്റ് ഉള്ളത് ട്രാവൻകൂറും മദ്രാസ് പ്രൊവിഷൻസും ട്രാവൻകൂറുമായിട്ടാണ് ഈ ലീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഏത് നദിയിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ്. മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ടഡ്, ഈ ഡാമിന്റെ പണി ആരംഭിച്ചത് 1887-ലാണ്. 1887-ലാണ് ഡാമിന്റെ പണി ആരംഭിച്ചത്. അതുപോലെ തന്നെ ചീഫ് ആർക്കിടെക്ട്, മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ചീഫ് ആർക്കിടെക്ട് ആണ് ജോൺ പെന്നിക്വിക്ക്. ഒരുപാട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ചീഫ് ആർക്കിടെക്ട്, മുല്ലപ്പെരിയാർ ഡാമിന്റെ ചീഫ് ആർക്കിടെക്ട് ആരാണ്? ജോൺ പെന്നിക്വിക്ക് ആണ്. ലീസ് അഗ്രിമെന്റ് റിന്യൂഡ്, ലീസ് അഗ്രിമെന്റ് റിന്യൂഡ് ചെയ്തത്
സി അച്യുത മേനോനാണ് 1970. സി അച്യുത മേനോൻ 1970. ഓക്കെ, നമുക്കിവിടെ ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ: മുല്ലപ്പെരിയാർ ഡാം, ഫസ്റ്റ് ഡാം ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തു 1895 ഒക്ടോബർ 10-നാണ്. 125 വർഷം തികയുന്നു 2020 ഒക്ടോബർ 10-ന്. ലീസ് അഗ്രിമെന്റ് സൈൻ ചെയ്തു 1886. മദ്രാസും ട്രാവൻകൂറും 999 വർഷത്തേക്ക്. സ്ഥിതി ചെയ്യുന്ന നദി മുല്ലയാറാണ്. വർക്ക് ആരംഭിച്ചത് 1887-ആണ്. ചീഫ് ആർക്കിടെക്ട് ജോൺ പെന്നിക്വിക്ക് ആണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ചീഫ് ആർക്കിടെക്ട് ജോൺ പെന്നിക്വിക്ക് ആണ്. ലീസ് അഗ്രിമെന്റ് റിന്യൂഡ് സി അച്യുത മേനോൻ 1970. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോസും ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.